ഞങ്ങളുടെ കൽബിലെ പൊന്നുപ്പ, ഉപ്പയുടെ സ്നേഹം കിട്ടാത്ത പിഞ്ചുമക്കൾ ആയിരക്കണക്കിന് മക്കളെ മർക്കസിന്റെ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന് ലോകോത്തര പണ്ഡിതന്മാരായി വളർത്തുകയാണ്. അനവകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. മക്കളെ പോറ്റി സംരക്ഷിച്ചവൻ സ്വർഗത്തിൽ ഞാനും അവനും ഇതുപോലെയാണ്. അതുകൊണ്ട് ഒരാൾക്കും തളർത്താൻ കഴിഞ്ഞില്ല. ദീനീ പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ വിദേശത്തേക്കൊന്ന് പോയ സമയത്ത് ശത്രുക്കളാരോ നിയമ വിദഗ്ധരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ഒരാൾ വന്ന് അനധികൃതമായി കയറിക്കൂടിയിട്ടുണ്ട്. അപ്പോൾ നിയമപാലകർ വന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിലടക്കുകയാണ്. റിയാദിന്റെ ജയിൽ തടവറയിൽ 10 ദിവസക്കാലം ശൈഖുന ഉസ്താദ് അവിടെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ നിന്നപ്പോഴും ഉസ്താദിന്റെ ഊർജം കെടുത്തിക്കളയാൻ ആർക്കും സാധിച്ചില്ല. ആ ജയിലറയിൽ നിന്ന് രചിക്കുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് രചിക്കുകയാണ്. അർ-റൗലുൽ മൗറൂദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പ, ആ ഒരു കിതാബ് വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കണേ. ഉസ്താദ് നമ്മോട് എപ്പോഴും പറയാറുണ്ട്, ഇതിന്റെ പ്രചാരകരാകണം നിങ്ങൾ. ഉസ്താദ് ജയിലിൽ നിന്ന് മോചനം ലഭിച്ചപ്പോ മർക്കസിലേക്ക് കോള് വിളിക്കുകയാണ്. അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് മർക്കസിലേക്ക് വരണം. ഇല്ല ഇല്ല, പടച്ച റബ്ബിന്റെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി വന്നവനാണ് ഞാൻ. ഏതോ അസൂയാളുക്കൾ എന്നെ അനധികൃതമായി ജയിലിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെയും മിണ്ടാതിരുന്നില്ല. മറിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് രചിച്ചിട്ടുണ്ട്. അതെനിക്കൊന്നും മദീനയിൽ ചെന്ന് അവിടുന്ന് പാടി കേൾപ്പിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ബിനൂരി റസൂലില്ലാഹി അശ്റഖതി ദുനിയാ വമിൻ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. ഏത് പ്രതിസന്ധിയിലും നമുക്ക് കാവല് വേണോ? സ്വലാത്തങ്ങ് പതിവാക്കിക്കോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ച ഒരു വ്യക്തിയെയും തളർത്താൻ ഒരാൾക്കും സാധിച്ചില്ല. എത്ര ആരോപണങ്ങളങ്ങ് ഉയർത്തി നോക്കി, എത്ര ആളുകളങ്ങ് കുറ്റം പറഞ്ഞു നോക്കി, എത്ര ആളുകളങ്ങ് തളർത്താൻ ശ്രമിച്ചു. ഉസ്താദ് ചിലപ്പോ നമ്മോട് ക്ലാസ്സിൽ പറയും, എന്റെ ബുഖാരി സബക്കുണ്ടല്ലോ മക്കളെ, ഖദ് ഹളറ ഫീ ഹാദൽ മജ്ലിസി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സമയത്ത് ഞാൻ ഈ സദസ്സിൽ തങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതേതോ ഒരു കഥയില്ല, ഇത് സ്വഹാബത്തിന്റെ ചരിത്രമല്ല. അങ്ങനെ കണ്ട എത്ര മഹാന്മാർ നമുക്കിടയിൽ ജീവിച്ചു പോയിട്ടുണ്ട്. താജുശ്ശേരി അലി കുഞ്ഞി ഉസ്താദ്, അവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കട്ടെ.